ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഭാഗം തുടങ്ങുന്നത് എവിടെയാണ്? അള്ളാഹുണ്ട് എന്ന വിശ്വാസത്തിൽ നിന്നാണ്. അതിന് തന്നെ ഘടകവിരുദ്ധമായി നിലകൊള്ളുന്ന തനിച്ച കമ്മ്യൂണിസം, അതിനുവേണ്ടി വരെ ആൾക്കാർ വിളിക്കും. എങ്ങനെ ഒരു മുസ്ലിമിന് ഇത് പറ്റും? അതാ എനിക്ക് മനസ്സിലാവുള്ളൂ. മുനാഫിക്കുകളെ നിങ്ങൾ ഖുർആനിൽ വായിച്ചു നോക്കൂ. മുനാഫിക്കുകളെ കുറിച്ചുള്ള അടയാളങ്ങൾ വായിച്ചാൽ ഈ കാലഘട്ടത്തിൽ അത് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുക ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം പേരുള്ള ആൾക്കാരിലാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിനോട് മുസ്ലിങ്ങളോട് സാധ്യമായ സന്ദർഭങ്ങളിലെല്ലാം കടുത്ത ശത്രുത വെച്ച് പുലർത്തിയവരാണ്. എത്ര ചരിത്രം നിങ്ങൾക്ക് വേണം? റഷ്യയിൽ ഒരു കാലഘട്ടത്തിൽ ഖുർആൻ ഓതാൻ പറ്റില്ലായിരുന്നു എന്നാണ്. വീട്ടിലിരുന്നിട്ട് രഹസ്യമായിട്ട് ഓതാൻ പോലും പേടിയാണ് ആൾക്കാർക്ക്. കാരണം ചിലപ്പോൾ മകൻ ഇവരുടെ സോവിയറ്റ് റഷ്യയുടെ ചാരനായിരിക്കും, വാപ്പാന വരെ ചിലപ്പോൾ ഒറ്റുകൊടുക്കും. ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ കാണാം, ഉലമാക്കളിൽ ചില ഖുർആൻ ഓതാൻ കാട്ടിൽ പോയിട്ട് ഗുഹന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഓതിയിരുന്നു എന്നാണ്. ഖുർആൻ പുറത്തേക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു, താടി വെക്കാൻ സമ്മതിക്കില്ലായിരുന്നു. മസ്ജിദുകൾ അവര് ബാറുകളാക്കി, മദ്യശാലകളാക്കി, അതുപോലെ ഡാൻസിനും മറ്റുമുള്ള പാട്ടുകൂത്തുകൾക്കുള്ള നഗ്നത പ്രദർശിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ. ഇങ്ങനെ മുസ്ലിമീങ്ങളെ കഠിനമായ ഉപദ്രവം ഏൽപ്പിച്ച സമൂഹമാണ് ഇവർ. ആയിക്കോട്ടെ, പലപ്പോഴും ഈ പാർട്ടിയിലുള്ള ആൾക്കാർ പിന്നീട് പറഞ്ഞ് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് അന്ന് അബദ്ധം പറഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണം കിട്ടിയപ്പോൾ മുസ്ലിങ്ങളോട് ചെയ്ത് ശരിയായില്ല. ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്? ഒരാളത് പറഞ്ഞിട്ടില്ല. ഭരണം കിട്ടിയ എല്ലാ സ്ഥലങ്ങളും മുസ്ലിങ്ങൾ അടിച്ചമർത്താണ് ചെയ്തവർ. ഞാനിത് പറയുന്നത് നിഫാഖിന്റെ അടയാളങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാവരുത്. അള്ളാഹുവിന്റെ ദീനിനോടാണ് കൂറുണ്ടാവേണ്ടത്. ഒരു സംശയ കാര്യത്തിൽ വേണ്ടത് ദീനിനോടാണ് കൂറ് വേണ്ടത്. അവനാണ് മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ, അദ്ദീൻ അന്നസീഹ. ദീൻ എന്നാൽ നസീഹത്താണ്. എന്താ നസീഹത്ത് എന്ന് പറഞ്ഞാൽ? ഗുണകാംക്ഷയാണ്, കൂറ് പുലർത്തലാണ്.